ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ചമേലി ആകെ വിയർത്തുപോയി. ദേഹത്താകെ ഒരു വിറയൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ ശബ്ദം താൻ വീണ്ടും കേൾക്കുന്നത്. അത് ബെന്നിന്റെ ശബ്ദമായിരുന്നു. നിനക്ക് സുഖമല്ലേ? എന്നെ മനസ്സിലായോ? ഞാനാ ചമേലി. ആരാണ് ഈ ഞാൻ? എനിക്ക് ഭർത്താവായിട്ടില്ല. അതുകൊണ്ട് എന്നെ വിളിച്ച് ഞാനാണ് എന്ന് പറയാൻ തക്ക ബന്ധമുള്ള ആരും എനിക്കില്ല. എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നൊന്ന് പറയ്. നീ എൻ്റെ പഴയ ചമേലിയല്ല, മാറിപ്പോയിരിക്കുന്നു. എൻ്റെ അവസ്ഥ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അന്ന് എനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നത്. എൻ്റെ മനസ്സിൽ നീ ഇല്ല എന്നല്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് മറ്റൊരു പെണ്ണ് മനസ്സിലുണ്ടെന്ന് എത്ര അന്തസ്സോടെയാണാ നീ പറയുന്നേ? അതിനർത്ഥം നിനക്കെന്നെ മനസ്സിലാവാഞ്ഞിട്ടല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മാലിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ? നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. എനിക്ക് വിശ്വാസമുള്ളൊരു കൈകളിൽ നീ എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് മാലിക്കിനെ വിവാഹം ചെയ്തുകൂടെ? നിന്നെ നോക്കാൻ അവനോളം പോന്ന മറ്റൊരാളില്ല. ഭൂമിയിലേക്ക് താണു പോയിരുന്നുവെങ്കിൽ എന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു. കാരണം മാലിക് അവൾക്കൊരു സഹോദര തുല്യനാണ്. എന്നാലും അവനോട് വഴക്കിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ വിഷയം മാറ്റി. ജഹൻ സുഖമായിരിക്കുന്നോ? നിങ്ങള് ഹാപ്പി അല്ലേടാ? കുട്ടികളായോ? നീ ഫുട്ബോൾ പ്ലെയർ ആയി എന്നറിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. നിന്റെയും എൻ്റെയും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നില്ലേ അത്? എന്തായാലും നീ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എൻ്റെ ചോദ്യത്തിന് ഇനിയും നീ ഉത്തരം തന്നില്ല. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് ബെൻ. ഞാൻ ഒരാളെ കല്യാണം കഴിക്കണം എന്നല്ലേ നിനക്കുള്ളൂ? എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുണ്ട്. അധികം താമസിയാതെ കല്യാണവും കഴിക്കും. എൻ്റെ കാര്യമോർത്ത് നീ ടെൻഷൻ ആവേണ്ടതില്ല. ഞാനിപ്പോൾ പഴയ ചമേലിയല്ല. ആ പഴയ ചമേലി മരിച്ചുപോയി ബെൻ. അത് നിന്റെ കല്യാണ ദിവസമായിരുന്നു. അവളുടെ ചരമദിനവും നിന്റെ വിവാഹ ദിനവും ഒരു ദിവസമാണ്. ബെൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അവൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടു വന്നു. അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. തൻ്റെ ജീവിതം വളരെ സന്തോഷത്തിലാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഓഫീസിൽ നിന്നിറങ്ങി നേരെ അവൻ പോയത് ഫുട്ബോൾ ഗ്രൗണ്ടിലേട്ടാണ്. അവിടെ 2 മണിക്കൂർ പ്രാക്ടീസ് ഉണ്ട്. വീട്ടിലേക്ക് ചെന്നാൽ 1ഉം 2ഉം പറഞ്ഞ് ജഹനുമായി വഴക്കുണ്ടാക്കണം. മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ല. അച്ഛനും അമ്മയും പുന്നാരിച്ചു വളർത്തിക്കൊണ്ടുവന്ന മകൾ. അവളുടെ അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അച്ഛനെ വിളിച്ചു പറയും എന്നാവും അവളുടെ ഭീഷണി. വയ്യാത്ത ആളല്ലേ, അത് കേൾക്കുമ്പോൾ താനങ്ങോട്ട് അടങ്ങും. പ്രാക്ടീസ് കഴിഞ്ഞിട്ടും അവൻ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോണിലേക്കൊരു കോൾ വന്നത്. അത് ജഹനായിരുന്നു. ഹലോ, പ്രാക്ടീസ് കഴിഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അവിടെ സമയം കളയുന്നേ? എൻ്റെ അരികിലേക്ക് വരാൻ നിനക്ക് അത്രയ്ക്കും മടിയാണോ? നിന്റെ ഫേസ്ബുക്കിലെ ഒരു പെണ്ണ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ. അതാരാ? ഒരു സേറ എലിസബത്ത്. നിന്റെ പഴയ പ്രണയം വല്ലതും ആണോ? ഞാനേ അവളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമോ എന്ന്. ബാക്കി ഞാൻ ഒപ്പം പറയാം. ഇന്നത്തേക്കുള്ള വകയായി ബെൻ മനസ്സിൽ വിചാരിച്ചു. എനിക്കറിയില്ല, ആരേലും വെറുതെ അയച്ചതാവും. അതൊന്നും ഞാൻ നോക്കാറില്ല എന്ന് നിനക്കറിയാമല്ലോ. നീയല്ലേ എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്നേ? അത് മാത്രല്ലല്ലോ,
എൻ്റെ ഇൻസ്റ്റ, വാട്സപ്പ് എല്ലാത്തിൻ്റെയും ID നിന്റെ കയ്യിലുണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചാൽ പോലും ആദ്യം കാണുന്നത് നീ ആയിരിക്കുമല്ലോ. പിന്നെ മെസ്സേജുകളും നീ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ പോട്ടെ. 10 മിനിറ്റിനുള്ളിൽ നീ വീട്ടിലെത്തണം. അല്ലെങ്കിൽ നിനക്ക് എന്നോട് പഴയ സ്നേഹമില്ല എന്ന് ഞാൻ അങ്ങോട്ട് കരുതും. പകരം നിന്റെ മനസ്സിലേക്ക് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടാവുമെന്നും. ജഹൻ, 10 മിനിറ്റിൽ ഞാൻ എങ്ങനെ വരാനാണ്? നിനക്കറിയാവുന്നതല്ലേ ഇവിടുത്തെ ബ്ലോക്ക്. അവൾ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. താൻ ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു, ആരൊക്കെ തനിക്ക് മെസ്സേജ് അയക്കുന്നു, അതെല്ലാം അവൾക്കറിയണം. അവളോടുള്ള സ്നേഹം കൊണ്ട് എല്ലാം സഹിക്കുകയാണ്. ആ സ്നേഹത്തിനപ്പുറം തൻ്റെ അപ്പന് കൊടുത്ത വാക്ക്. എന്തെങ്കിലും പറഞ്ഞ അപ്പനോട് വിളിച്ചു പറയുമെന്നുള്ള ഭീഷണി. ഓഫീസിൽ ചെന്നാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വിളിക്കണം. താൻ എന്തു ചെയ്യുന്നു, എത്ര മണിക്ക് ആഹാരം കഴിച്ചു, ആരോടൊക്കെ മിണ്ടി, താൻ ഏത് വസ്ത്രം ഇടണം, ഏത് കളർ ഷർട്ട് ധരിക്കണം, അതുപോലും അവളുടെ ചോയ്സാണ്. ഒന്നിനും ഒരു പരാതിയില്ല. അല്പം മനസമാധാനം തന്നാൽ മതിയായിരുന്നു. അല്പനേരം എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നാൽ അപ്പോ ചോദിക്കും ആരോർക്കുകയെന്ന്. ബെൻ വേഗം കാറിന്റെ അരികിലേക്ക് ഓടി. ബാഗ് പിന്നിലേക്കിട്ട് വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെത്തിയപ്പോഴേക്കും 15 മിനിറ്റായി. ജഹൻ ബെഡിൽ കിടക്കുകയായിരുന്നു. ബെൻ പേടിയോടെയാണ് അകത്തേക്ക് ചെന്നത്. അവളുടെ അച്ഛനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് ഡൈനിങ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. നീ എന്താ താമസിച്ചത്? താമസിക്കുമെങ്കിൽ അവളെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ? അവൾക്ക് നിന്നോട് എത്ര സ്നേഹമാണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ പാതി പോലും നീ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഇത്രയും നല്ലൊരു ഭാര്യയെ ഈ ലോകത്താർക്കും കിട്ടില്ല. ഈ ഞാൻ പോലും എത്ര ശ്രമിച്ചാലും അവളെ പോലൊരു ഭാര്യയാവാൻ കഴിയില്ല. അത്രയ്ക്കും ആത്മാർത്ഥതയാണ് അവൾക്ക്. ജഹന്റെ അമ്മ അന്ന പറഞ്ഞു. നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത്, അവൻ മനസ്സിൽ പറഞ്ഞു. എന്താ നിനക്കൊരു കള്ളത്തരം? എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? അവളുടെ അപ്പൻ മാർട്ടിൻ ചോദിച്ചു. അവളെവിടെ? അന്ന റൂമിലേക്ക് നോക്കിക്കാട്ടി. ജഹൻ കിടക്കുകയായിരുന്നു. ബെൻ ലൈറ്റ് ഓൺ ചെയ്തു. അവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കി. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാമായിരുന്നില്ലേ? എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് ആരുമല്ല എന്ന്. ആ ഫോണിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ ഫോണിന് വേണ്ടി കൈ നീട്ടി. ചമേലിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്തത് ഭാഗ്യമായി, അല്ലെങ്കിൽ അവളുടെ പിന്നാലെ കൂടുമായിരുന്നു. അവളെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ, അതാണ് ആകെ ഒരു സന്തോഷം. തൻ്റെ ജീവിതം ഇത്തരത്തിലാക്കിയത് മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം ബലി കൊടുത്തു എന്നു വേണം പറയാൻ. അപ്പോഴേക്കും അവൾ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിയിരുന്നു. ഇനി 100 ചോദ്യങ്ങൾ വരും. അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചു വന്നതിന് ശേഷം ഫ്ലാസ്കിലുണ്ടായിരുന്ന കോഫി ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി. അതുമായി നേരെ ബാൽക്കണിയിലേക്ക് പോയി. പുറത്തുനിന്ന് വരുന്ന കാറ്റിന് ഒരു ചെറിയ തണുപ്പും ഒരു പ്രത്യേക സുഖവും ഉണ്ടായിരുന്നു. നാട്ടിലേക്കൊന്ന് പോണം, അവളെ നേരിലൊന്ന് കാണണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും അവൾ പ്രതികരിക്കുക? ആരോ മുകളിലേക്ക് നടന്നു വരുന്ന കാൽപെരുമാറ്റം അവൻ കേട്ടു. ശല്യം ഇവിടെയും മനസമാധാനം തരില്ല. ഈ കല്യാണം എന്ന സംഭവം കണ്ടുപിടിച്ചവനെ എന്ത് ചെയ്താലാണ് ഒന്ന് മതിയാവുക? വല്ല ലിവിങ് ടുഗദർ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ മടുക്കുമ്പോൾ അത് നിർത്തിപ്പോകാമായിരുന്നു. എന്താണ് ഇവിടെ വന്നിരുന്ന് ഇത്രയധികം ചിന്തിച്ചു കൂട്ടാൻ? അതെങ്ങനെയാ? എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ അകന്നു പോകും എന്നല്ലേ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ കൂടെ വിളിക്കുമായിരുന്നല്ലോ. അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരൊക്കെ എവിടെയൊക്കെയോ പോകുന്നു. അതെങ്ങനെയാ? 2 പേർക്കും ജോലി തിരക്ക് കാരണം ഒന്നും നടക്കുന്നില്ല. ഞാനേ 2 ദിവസം അവധി എടുക്കാം. നീയും വിളിച്ചു പറയ്,
നമുക്ക് ജാനി ആന്റിയുടെ അടുത്തേക്ക് പോയാലോ? അവളുടെ അമ്മയുടെ അനിയത്തിയാണ് ജാനി ആന്റി. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അവരുടെ സ്ഥലത്തേക്ക് പോകുവാൻ. ഇവിടെയുള്ളതിൻ്റെ ചൊറിച്ചിൽ പോരാഞ്ഞിട്ടാ ഇനി അവിടെ ചെന്ന് അവിടുത്തെ മാളത്തിൽ കൈയിട്ട് കടി വാങ്ങാൻ. ബെൻ മനസ്സിൽ ആലോചിച്ചു. എനിക്ക് അവധി കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇടയ്ക്ക് ഞാൻ എത്ര അവധി എടുക്കുന്നെന്ന് നിനക്കറിയാവുന്നതല്ലേ? അത് അവിടെ ഇവിടെയും കളിക്കാൻ പോകുന്നതുകൊണ്ടല്ലേ? വല്ല കാര്യമുണ്ടോ അതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ? ഒരു ഫുട്ബോൾ ഭ്രാന്ത്. അടുത്തത് ഇന്ത്യയിൽ വെച്ചാണെന്ന് കേട്ടല്ലോ. ഓ, അതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലേ? അവൻ അതിനു മറുപടി ഒന്നും പറയാൻ പോയില്ല.